നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് തുടങ്ങുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. അതത് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഏർപ്പെടുത്തിയ സൗകര്യം പരിമിതമാണെന്ന ആക്ഷേപമുയർന്നെങ്കിലും പിന്നീട് പരിഹരിച്ചു. അടൂർ നിയോജക മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണത്തിനിടെ നാടകീയ സംഭവങ്ങൾ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെതിരെ അപകീർത്തികരമായ നോട്ടീസ് വിതരണം ചെയ്തുവെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത CPI പ്രവർത്തകരെ CPI നേതാക്കളെത്തി സ്റ്റേഷനിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി. ഇതിന് പിന്നാലെ RDO ഓഫീസ് ഉപരോധിച്ച UDF സ്ഥാനാർത്ഥിക്കെതിരെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരൂരിൽ LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനും മുസ്ലിം ലീഗും തമ്മിലുള്ള വാക്പോര് രൂക്ഷം. താനൂരിനെ പാകിസ്ഥാനുമായി ചേർത്ത് അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും താനൂർ ബോട്ടപകടത്തിന് കാരണക്കാരൻ അബ്ദുറഹ്മാൻ എന്ന ലീഗ് പ്രചരണത്തിനെതിരെ LDFും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. പാകിസ്ഥാൻ പരാമർശത്തിൽ വിശദീകരണവുമായി V അബ്ദുറഹ്മാൻ. പാകിസ്ഥാൻ പരാമർശം ലീഗ് തെറ്റായി വ്യാഖ്യാനിച്ചു. താൻ ഉദ്ദേശിച്ചത് തിരൂരിൽ നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെയെന്നാണ്. ലീഗിനെയോ താനൂരിനെയോ പാകിസ്ഥാനോട് ഉപമിച്ചിട്ടില്ല എന്നും ലീഗ് കളവ് പ്രചരിപ്പിക്കുകയാണെന്നും അബ്ദുറഹ്മാൻ. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിക്കുന്നുവെന്നും മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിലാണ് കള്ളവോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതെന്നും സുരേന്ദ്രൻ. കണ്ണൂരിൽ സണ്ണി ജോസഫിനെതിരെ സുധാകരൻ അനുനായികൾ. K സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സണ്ണി ജോസഫ് ശ്രമിച്ചുവെന്ന ആരോപണം. ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള പ്രവർത്തകരെ ചതിച്ചെന്നും കണ്ണൂരിലെ കോൺഗ്രസ് കോക്കസിന്റെ പിടിയിലെന്നും KR അബ്ദുൾ ഖാദർ. പരസ്യപ്രചരണം അവസാനിച്ചിട്ടും പാർട്ടി ചിഹ്നങ്ങളും കൊടികളുമായി ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വോട്ടഭ്യർത്ഥന. പ്രതിഷേധവുമായി ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ. തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ RDO ഓഫീസിന് മുന്നിൽ ഗോപകുമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 2018 പ്രളയത്തിന് കാരണം സർക്കാരിന്റെ അഴിമതിയും ക്രമക്കേടുമാണെന്ന ആരോപണം ആവർത്തിച്ച് മൂവാറ്റുപുഴയിലെ സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ മാത്യു കുഴൽനാടൻ. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാത്തത് താഴെയുള്ള മണൽത്തിട്ടം മുഴുവൻ ഒലിച്ചു പോകുമെന്നതിനാലാണെന്നും 2018ലും 2019ലും ഇവരുടെ പ്രധാന ആശങ്ക ഈ മണ്ണാണെന്നും കുഴൽനാടൻ. എന്നാൽ നിയമസഭയിൽ ചർച്ച നടന്നപ്പോൾ മിണ്ടാത്തതെന്തെന്ന് സുമേഷ് അച്യുതന്റെ നിരാഹാരം വോട്ട് ലക്ഷ്യമിട്ടെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. ശബരിമല യുവതീ പ്രവേശന കേസിൽ ഭരണഘടനാ ബെഞ്ചിൽ ശക്തമായ വാദപ്രതിവാദം. ആചാരങ്ങളുടെ ഭാഗമായ നിയന്ത്രണങ്ങളിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ചില ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാകുമെന്ന് സുപ്രീം കോടതിയുടെ മറുപടി. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. വോട്ട് ചെയ്യാൻ ജാമ്യം അനുവദിക്കണമെന്ന രഞ്ജിത്തിന്റെ ആവശ്യം കോടതി തള്ളി. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. KPCC സെക്രട്ടറി DV വിനോദ് കൃഷ്ണ കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു. മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനായി വോട്ട് ചെയ്യണം. അതിനാൽ KPCC സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നുവെന്ന് വിനോദ് കൃഷ്ണ. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തും വിനോദ് കൃഷ്ണ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച അമേരിക്കയും ഇറാനും. ആക്രമണം നിർത്തിവെച്ചതായി ആദ്യം ട്രംപ് അറിയിക്കുകയും ഇറാൻ പിന്നാലെ അംഗീകരിക്കുകയും ചെയ്തു. ഹോർമൂസ് തുറക്കണമെന്ന ആവശ്യവും ഇറാൻ സമ്മതിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളാണ് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നത്. US-ഉം ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ കുതിപ്പ്. സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിൽ. ഏഷ്യൻ വിപണികളിലും മുന്നേറ്റമുണ്ടായി. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 0.45% വർദ്ധിച്ച് 92.58 എന്ന നിലയിലെത്തി. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 2920 രൂപ കൂടി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 1,12,800 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലത്തെ വിലയായ 13,735 രൂപയിൽ നിന്നും 14,100 രൂപയിലേക്ക് കുതിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ ശാശ്വത സമാധാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം. നയതന്ത്ര നീക്കത്തിലൂടെയും ചർച്ചയിലൂടെയും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.